എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് അനാമികയുടെ കാമുകനെ പോയി കാണുവാണ് സ്റ്റെബിനെ. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, ഞാൻ അനന്തപുരിയുടെ പടിയിറങ്ങി, നീ അറിഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുമ്പോഴേക്കും അവൻ പെട്ടെന്ന് ചോദിക്കുക, അതെങ്ങനെ ശരിയാകുന്നത്, അനിയുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നില്ലല്ലോ എന്ന്. അവന് വലിയ താല്പര്യമില്ല, പൈസയൊന്നും ഇല്ലാതെ അനാമികയെ സ്വീകരിക്കാൻ, അത് തന്നെയാണ് കാരണം. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഡിവോഴ്സൊക്കെ പെട്ടെന്ന് നടക്കും, ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അനി എപ്പോഴും തയ്യാറാണ്, ഞാനാണ് അത് കൊടുക്കാത്തത് എന്ന് പറയുമ്പം അവൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, നീ അവിടുന്ന് കുറേ സ്വത്തൊക്കെ മോഹിച്ചതല്ലായിരുന്നോ എന്ന്. അന്നേരം അനാമിക പറയും, ആ സ്വത്ത് അത് ഞാൻ മേടിച്ചെടുക്കും, അതിനുള്ള കുറുക്ക് വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചന്തു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം, ആ കുട്ടിയുടെ അച്ഛനാണ് ആദർശ്, അവന് മറ്റൊരു പെൺകുട്ടിയിലുണ്ടായ കുട്ടിയാണ് ചന്തു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വെച്ച് ഞാൻ അനന്തപുരിക്കാരെ വട്ടം കറക്കും. ലാസ്റ്റ് നിവൃത്തിയില്ലാതെ വരുമ്പം അവരൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരും. അന്നേരം ഞാൻ ഏറ്റവും കുറഞ്ഞ ഒരു 10 കോടി ചോദിക്കും എന്ന് പറയും. അന്നേരം 10 കോടിയോ എന്ന് ചോദിച്ച് സ്റ്റെബിൻ്റെ കണ്ണ് തള്ളി വരുവാണേ. അന്നേരം അനാമിക പറയുന്നുണ്ട്, 10 കോടി എന്ന് പറഞ്ഞാൽ അവർക്ക് വെറും നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഡിവോഴ്സോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും. അതിനുശേഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എങ്കിലും ഞാൻ അവരെ വെറുതെ വിടത്തൊന്നുമില്ല, നല്ല രീതിയിൽ നാണം കെടുത്താവുന്ന അത്രയും നാണം കെടുത്തും എന്ന് തന്നെ അനാമിക പറയുന്നു. അന്നേരം അവൻ പറയുന്നുണ്ട്, അനന്തപുരിക്കാരാണ്, അത്യാവശ്യം നല്ല ഹോൾഡുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ട് ഓരോന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് പറയും. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനാമിക അവൻ്റെ അടുത്തങ്ങ് പോരുവാണ്. ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ സ്റ്റെവിൻ, കാരണം കോടികളാണല്ലോ അനാമിക കൊണ്ടുവരാൻ പോകുന്നത്. ഏതായാലും അനാമിക പോകുന്നതിന് ശേഷം സ്റ്റെബിൻ അവൻ്റെ കൂട്ടുകാരെ കാണുന്നുണ്ട്. അന്നേരം അവൻ പറയുവാണ്, അവൾ ഒരു ഉടായ്പാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഒരു 19 ലക്ഷം രൂപ എനിക്ക് അടിച്ചു മാറ്റണം. അതുവരെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. എത്ര ലിവിങ് ടുഗദർ കഴിഞ്ഞതാണ് ഞാൻ, അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പം സ്റ്റെബിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, നല്ല ഒന്നാന്തരം ഒരു കുടുംബത്തിലേക്കാണ് അവൾ കയറി ചെന്നത്, എന്നിട്ട് അവരെ ചതിച്ചാണ് അവൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിന്നെ എപ്പോൾ വേണമെങ്കിലും അവൾ ചതിക്കാം, അത് നീ മറന്നു പോകരുത് എന്ന് പറയുമ്പം, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാകുന്നത്. കല്യാണത്തിന് മുമ്പേ അവൾക്ക് എന്നെ ഇഷ്ടമാണ്, പിന്നെ അവളുടെ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടിയാണ് അവൾ അനിയുടെ കഴുത്തിൽ തൂങ്ങിയത്. അന്നേ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതായിരുന്നു എന്നൊക്കെ സ്റ്റെബിൻ പറയുന്നുണ്ട്. സ്റ്റെബിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും അയർലൻഡിന് പോകണം, അതിനു വേണ്ടിയുള്ള പൈസ 10-20 ലക്ഷം രൂപ അയർലൻഡിന് പോകാൻ വേണം. അതുകൂടാതെ ഒരു 19 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അനാമികയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം. എന്നിട്ട് അയർലൻഡിൽ ചെന്ന് അവൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലിയും സംഘടിപ്പിച്ച് അവിടുത്തെ ഒരു മദാമയും കിട്ടി സുഖമായിട്ട് ജീവിക്കണം, അതാണ് അവൻ്റെ ആഗ്രഹം. ഏതായാലും അനാമിക അവനെ ചതിക്കും എന്ന് അവന് ഒരു ചെറിയൊരു ഊഹം ഉള്ളതുകൊണ്ട് അതിനു മുമ്പ് അവന് നേടാനുള്ളത് നേടുക എന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് നന്ദുവിനെ കാണിക്കുന്നു. നന്ദു ആണെങ്കിൽ അനിയുടെ ഒരു ഫോൺ കോളോ മെസ്സേജോ വരാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ തന്നെ കണ്ണാടി നോക്കി പറയുവാണ്, അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രയും തന്നെ നീ അങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാലോ. അതുകൊണ്ടാണ് ഈ ഫോൺ കോളും മെസ്സേജും ഒന്നും വരാതെ ഇരിക്കുമ്പം നിനക്ക് ഇത്രയും ടെൻഷൻ വരുന്നത്. എന്താ പോലും അവൻ ഇങ്ങോട്ട് വിളിക്കാതെ, ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നന്ദു ചിന്തിക്കുന്നു. ഈ സമയം അനി ഓർക്കുവാണ്, അവൾക്ക് വേണേൽ ഇങ്ങോട്ട് വിളിക്കാമല്ലോ, അവൾ എന്താ പോലും വിളിക്കാതെ, എന്നെ ആലോചിച്ചിരിക്കുമായിരിക്കും അവൾ, അതുകൊണ്ടാണ് അവളുടെ ആ നെഞ്ചിരിപ്പ് അത്രയും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നൊക്കെ അനിയും ചിന്തിക്കുന്നുണ്ട്. ഏതായാലും രണ്ടുപേരും പരസ്പരം പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും എന്നോർത്ത്. ഈ സമയം ജലജയും അഭിയും കൂടെ ജാനകിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഒന്ന് ജാനകിയെ ഇളക്കി വിടാൻ വേണ്ടിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് ജലജ ചോദിക്കും, അതെ, ആ അനിയുടെ ഫോൺ നീ മേടിച്ചു വെച്ചില്ലായിരുന്നോ, അത് തിരിച്ചു കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ആ ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പം, അതുകൊണ്ടായിരിക്കും ഒരുത്തൻ അവിടെ ഇങ്ങനെ ഞെളിപിരി കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അവൻ ഇരിക്കപ്പോറുതിയില്ല അവളെ വിളിക്കാത്തതുകൊണ്ട്, മിക്കവാറും കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് വല്ലതും വിളിക്കുമായിരിക്കും അവൻ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ ഇവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം, ഇവനെ അങ്ങോട്ട് സ്നേഹിക്കുന്നുള്ളൂ എന്നല്ലേ എല്ലാവരും പറയുന്നത് എന്നിങ്ങനെ പറയുമ്പം അത് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമുണ്ട്, ആ ഫോൺ ഇങ്ങെടുക്കുക, ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം എന്ന് പറയും. അന്നേരം ഫോൺ എടുത്ത് കൊടുക്കട്ടെ ജാനകി. അന്നേരം അനി അയക്കുന്നതായിട്ട് ഉറങ്ങിയോ എന്നൊരു മെസ്സേജ് നന്ദുവിന് അയക്കുവാണ് അഭി.
അന്നേരം അവർ ചോദിക്കും അതെന്തിനാന്ന് ചോദിക്കുമ്പം അല്ല സാധാരണ കാമുകന്മാർ അയക്കുന്ന പോലെ ഒരു മെസ്സേജ് ഞാൻ അങ്ങ് അയച്ചെന്നേ ഉള്ളൂ. അവൾക്ക് ഇവന് ഇഷ്ടമാണെങ്കിൽ ഇതിനുള്ള റിപ്ലൈ വരുമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഏതായാലും നന്ദുവും അനിയുടെ ഒരു മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നുകൊണ്ട് ആ മെസ്സേജ് ഇരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ തിരിച്ചൊരു മെസ്സേജ് ഇങ്ങോട്ട് റിപ്ലൈ കൊടുക്കണ്ട എന്ന് നന്ദു തീരുമാനിക്കുന്നു. കാരണം അനിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർ കണ്ടാലോ എന്നോർത്ത്. ഏതായാലും അവൻ മെസ്സേജ് അയച്ചല്ലോ അത്രയും മതി, അല്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ നന്ദു ഓർക്കുന്നുണ്ട്. ഏതായാലും തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നില്ല നന്ദു. അന്നേരം കുറേ നേരം നോക്കി നിന്നിട്ടും റിപ്ലൈ കിട്ടാതാകുമ്പം ജലജ ചോദിക്കും, എടാ ഇങ്ങോട്ട് മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ അതെന്താ എന്ന് ചോദിക്കുമ്പം അവൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മെസ്സേജ് ഇങ്ങോട്ട് തിരിച്ചയച്ചിട്ടില്ല. അവൾ ബുദ്ധിയുള്ളൊരു പോലീസല്ലേ, അതുകൊണ്ട് അവൾ അയക്കാത്തത്. തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവുകയില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. എന്നിട്ട് അന്നേരം ജലജ പറയുന്നുണ്ട്, ജാനകി നീ സൂക്ഷിച്ചോണം, ഈ ഫോണിലേക്ക് അവൾ എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജുമായിട്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലണം. എന്നിട്ട് നല്ല ഒന്നാന്തരമായിട്ട് ആട്ടി വിടണം. ജീവിതത്തിൽ അവർ ഈ വീട്ടിലോട്ട് കയറി വരരുത്. അതിന് വേണ്ടിയുള്ളതൊക്കെ നീ ചെയ്തോണം എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം എന്ന്. അത്യാവശ്യം ജാനകിയെ ചൂട് പിടിപ്പിച്ച ഒന്ന് ഇളക്കി വിട്ടിട്ട് രണ്ടും കൂടെ ആ റൂമിൽ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്ന അനാമികയാണ്. അനാമിക രേവതിയോട് പറയുവാണ്, നാളെയാണ് നമ്മൾ പൊടുപ്പും തൊങ്കലും ചേർത്ത് ചാനലുകാരോട് പറഞ്ഞത് മൊത്തം പുറത്ത് വരാൻ പോകുന്നത്. നാളത്തെ ഒരു പ്രഭാതം ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്ന് അനന്തപുരിക്കാർ ആഗ്രഹിക്കും. അതുപോലൊരവസ്ഥയായിരിക്കും നാളെ. അതുകൊണ്ടൊന്നും ഞാൻ നിർത്തത്തില്ല. ആ അനന്തപുരിയിലെ മഹാരാജാവ് ഉണ്ടല്ലോ, അങ്ങേരുടെ ഇരിപ്പിടം ഇളക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അവരെ ഞാൻ വെറുതെ വിടുകയില്ല, നാണം കെടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേട്ടോണ്ടിരിക്കുവോ രേവതി. അന്തേക്കും അഭി വിളിക്കുവാണ് അനാമികയെ. എന്നിട്ട് ചോദിക്കും, മോളെ എന്തായി എന്ന്. അന്നേരം ഒന്നും പേടിക്കേണ്ട അഭിയേട്ട, നാളത്തെ ഒരു പുലരി ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്ന് അനന്തപുരിക്കാർ ആലോചിക്കുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും. അന്തേക്കും അഭിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, ഞാനുണ്ട് കൂടെ. പക്ഷെ പുറത്താരും അറിയരുത് കേട്ടോ ഞാൻ കൂടെയുള്ള കാര്യം എന്ന് പറയും. എന്നിട്ട് ഇല്ല അഭിയേട്ട, ഒരിക്കലും ഞാനത് പുറത്തോട്ട് പറയില്ല എന്നും പറയുന്നു. അത് കഴിഞ്ഞ് ഫോം വെക്കുന്നു. ഫോം വെച്ചിട്ട് അഭി ജലജയോട് ഈ കാര്യം പറയുമ്പോൾ ജലജ, ഏതായാലും അവൾ കലക്കൂലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അവൾ ഒന്നാന്തരം വിഷപ്പാമ്പാണ് എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറേ കോമ്പൻസേഷൻ മേടിച്ചെടുക്കാൻ വേണ്ടി അവൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യും. അവളുടെ അച്ഛനാണെങ്കിൽ കടത്തി മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പൈസയ്ക്ക് അവർക്ക് നല്ല ആവശ്യമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൈസ മേടിച്ചെടുക്കാനും ഇവരെ നാണം കെടുത്താനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. അതിൻ്റെ പുറകിൽ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി. ഏതായാലും ഇവിടെയുള്ളവർക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടരുത്. അതിനുള്ളതൊക്കെ ഞാൻ അവളുടെ പുറകിൽ നിന്ന് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് അവൾക്കൊരു ട്രീറ്റ് ചെയ്യണം. അന്നേരം അവളെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇവർക്ക് മനസ്സമാധാനം അവൾ കൊടുക്കരുത്. അതിനുള്ളത് ഞാൻ ചെയ്യുമെന്നാണ് അഭി പറയുന്നത്. അതിനിടയ്ക്കും അഭിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം ആ കള്ളക്കടത്ത് സ്വർണം ജ്വല്ലറി വഴി വിറ്റതിൻ്റെ ആ കേസ് അഭി ഒതുക്കി തീർത്തായിരുന്നു. അതിനി നന്ദു കുത്തിപ്പൊക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അഭിക്ക്. അതുകൊണ്ട് അഭി പറയുവാണ്, ഒരു കാരണവശാലും നന്ദു അനന്തപുരിയിലേക്ക് വരാനുള്ള ഇട ഉണ്ടാക്കരുത്. ഈ നയനേക്കാളും അപകടകാരിയാണ് നന്ദു. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നമ്മൾ തടയണം. അങ്ങനെ അവൾ വന്നിട്ടുണ്ടെങ്കിൽ എതിർചേരിയുടെ ബലം കൂടും. അത് നമുക്ക് ആപത്താണ്. ഇനിയിപ്പോൾ ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കേസ് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് അഭി പറയുക. അന്നേരം ജലജ ചോദിക്കും, അപ്പം നിൻ്റെ ഭാര്യയും കുഞ്ഞുമെന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, അത് മാത്രമാണ് എൻ്റെ ഒരു തുറുപ്പുചീട്ട്, അതുകൊണ്ട് അവളെ മുറുക്കെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഭി റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ്. ഏതായാലും അവരെല്ലാവരും പേടിച്ചതുപോലെ പിറ്റേ ദിവസത്തെ പുലരിയായി. രാവിലെ തന്നെ ആ ന്യൂസ് പുറത്തേക്ക് വരുന്നു. നമ്മുടെ കിരൺ ജോഗിങ്ങിന് പോയേക്കുവാണ്, രാവിലെ നടക്കാൻ പോയേക്കുമായിരുന്നു. ആ സമയത്ത് കല്യാണി വിളിച്ച് കിരണിനോട് പറയുവാണ്, കിരണേട്ട ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറയും. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നോക്ക് കിരണേട്ട എന്നാണ് പറയുന്നത്. കിരൺ നോക്കുമ്പം ആദർശിനെ കുറിച്ചുള്ള ന്യൂസാണ്. കിരണിനും ആകെ സങ്കടമാകുന്നു. കിരൺ നേരെ ആദർശിനെ വിളിക്കുന്നു. ഈ സമയത്ത് നയനക്കുളിയെല്ലാം കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. ആദർശ് എഴുന്നേറ്റിട്ടില്ല. ഫോൺ ബെല്ലടിക്കുമ്പം നയനയാണ് വന്നെടുക്കുന്നത്. അന്നേരം കിരൺ പറയുവാണ്, മൂടി വെച്ചതെല്ലാം പുറത്ത് വന്നല്ലോ എന്ന്. അന്നേരം എന്താ കിരണേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നോക്കുക എന്ന് പറയുന്നു. അന്നേക്ക് ആദർശ് എഴുന്നേക്കുക. എന്നിട്ട് എന്താ നയനെന്ന് ചോദിക്കുമ്പോൾ കിരണേട്ടനെ എന്തോ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് നോക്കാനാണ് പറഞ്ഞത് എന്ന് പറയും. അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ആദർശും അനഘയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും അതിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു ന്യൂസാണ്. അത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് രണ്ടുപേരും കൂടെ. കുറച്ച് കേട്ട് കഴിയുമ്പോഴത്തേക്കും
പറയുമ്പോഴത്തേക്കും ആദർശ് പറയും അത് ഓഫ് ചെയ്യുക, ഇതെല്ലാം കള്ളത്തരമാണ് എന്ന് നമുക്കറിയാലോ എന്ന്. അന്നേരം നയന ചോദിക്കുന്നുണ്ട് ഇതുപോലൊരു ചതി ചെയ്തത് ആരായിരിക്കും ആദർശേട്ടാ? ഏതായാലും അഭി ആയിരിക്കില്ല, അവനതിനുള്ള ധൈര്യം കാണിയില്ല. ഇനി അനാമികയാണോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ചിലപ്പം അങ്ങനെയും ആവാം, കാരണം അവളെ ഇവിടുന്ന് പുറത്താക്കിയല്ലോ, അതിൻ്റെ ദേഷ്യം അവൾ തീർക്കുന്നതായിരിക്കാം. പക്ഷെ അനാമിക തന്നെ ഇത് ചെയ്യല, ഇതിന് പുറകെ ചിലപ്പം അഭി കാണും, അവന് ആണ് ഇതുപോലുള്ള ചാനലുകാരെയൊക്കെ അറിയാവുന്നത് എന്ന് പറയുക. അന്നേരം നമ്മുടെ നന്മമരം പറയുവാണ് അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചരിത്രം ഈ ലോകം മൊത്തം അറിയും. ഇത്രയും നാൾ ഇപ്പം ആദർശനായിട്ടനെ കുറ്റപ്പെടുത്തുന്നവരെല്ലാം തിരിച്ചു പറയുന്ന ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കും എന്ന് പറയുവാണ്. അയ്യോ അങ്ങനെ ചെയ്യരുത്, ആദർശ് നാണം കെട്ട് കുളമായാലും സ്വന്തം ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി അഭിയനെ സംരക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും ഇത്രയും ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.